വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 7ത്തിലെ അതായത് ഡി സി മെഷീനിൻ്റെ ടോപ്പിക്കിലുള്ള MCQs ആണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ഡി സി മെഷീൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡി സി ജനറേറ്ററും വരുന്നുണ്ട്, അതുപോലെ ഡി സി മോട്ടറും വരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ EMF ഇക്വേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡി സി മോട്ടറും ഡി സി ജനറേറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് എല്ലാം ഒരേപോലെ തന്നെയാണ് അല്ലേ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്. സീരീസ് ഉണ്ട്, ഷണ്ട് ഉണ്ട്, കോമ്പൗണ്ട് അല്ലേ, അതുപോലെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? അതിൽ ഇങ്ങനെയാണ് അതിൽ കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, പ്രീവിയസ് ഇയർ MCQs ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Question number 1. Which principle is used to find the direction of rotation of a conductor in a DC motor? അപ്പോൾ ഇതൊരു ഡി സി മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഒരു ഡി സി മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് കണ്ടക്ടർ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലേ. ഓപ്ഷൻ എ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓപ്ഷൻ ബി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ സി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി ലെൻസസ് ലോ. അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ എ ഡി സി മോട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. എന്നാൽ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡി സി ജനറേറ്ററിലാണ് അല്ലേ. അതായത് ഡി സി ജനറേറ്ററിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ അല്ലേ. എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ. എന്നാൽ ലെൻസസ് ലോ എന്താണ്? ലെൻസസ് ലോ എന്തിനാണ് നമുക്ക് അറിയണ്ടേ? ലെൻസസ് ലോ യൂസ് ചെയ്ത് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. ലെൻസസ് ലോ യൂസ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ ട്രാൻസ്ഫോമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ഫാരഡേസ് ലോ എന്നാണ്? ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ അല്ലേ, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ എ ഡി സി മോട്ടോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡി സി ജനറേറ്ററിൻ്റെ കേസിൽ വരുന്നതാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. Question number 2. A DC motor convert. എന്താണ് നമുക്കറിയാം മോട്ടറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. AC മോട്ടർ, DC മോട്ടറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡി സി മോട്ടർ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഓപ്ഷൻ ബി മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓപ്ഷൻ സി മാഗ്നറ്റിക് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓപ്ഷൻ ഡി ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. നമുക്കറിയാവുന്നത് തന്നെയാണ് അല്ലേ. എന്താണ് അവിടെ കൺവേർഷൻ വരുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പോൾ മോട്ടർ എന്താണ്? മോട്ടർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. അതെന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഡി സി മോട്ടോർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണ് അല്ലേ. എന്നാൽ ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായി എന്താ ചെയ്യുന്നത്? ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം മെക്കാനിക്കൽ റോട്ടറി മോഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. അതായത് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അത്രയും ഓർത്താൽ മതി. അതെന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് അല്ലേ. എന്നാൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിൽ ഒരു മാറ്റം ഇല്ലാതെ അല്ലേ. അത് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക്സ് ഓൺ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതുമാണ് അല്ലേ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു ഡി സി മോട്ടർ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. Question number 3. The purpose of commutator in a DC motor അല്ലേ. എന്താണ് കമ്മ്യൂട്ടേറ്റർ? ഒരു ഡി സി മോട്ടറിലെ കമ്മ്യൂട്ടേറ്ററിൻ്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ കൺവേർട്ട് AC ടു DC. ഓപ്ഷൻ ബി കൺവേർട്ട് DC ടു AC. ഓപ്ഷൻ സി റിഡ്യൂസ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി റിഡ്യൂസ് ആർക്ക് അറ്റ് ബ്രഷസ്. അപ്പോൾ എന്താണ് ഒരു കമ്മ്യൂട്ടേറ്റർ? ഒരു ഡി സി മോട്ടറിലെ മെയിൻ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താണ്? കൺവേർട്ട് DC ടു AC ആണ് അല്ലേ. എന്നാൽ അത് ജനറേറ്ററിൻ്റെ കേസിൽ, അതൊരു ഡി സി ജനറേറ്ററിലാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്?
എന്താണ് അവിടെ എന്താ ചെയ്യുന്നത് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ജനറേറ്റഡ് എന്താണ് എ സി ഇൻ ആർമേച്ചർ ഇൻ ടു ഡി സി ആക്കും. ഡി സി മോട്ടർ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഈസ് യൂസ് ടു കൺവേർട്ട് ഡി സി ടു എ സി ആണ് അല്ലേ. അതുകൂടാതെ എന്താണ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ ഡി സി ജനറേറ്റേഴ്സ് ആർ നോട്ട് യൂഷ്വലി ഡിസൈൻ ബിയോണ്ട് എത്രയാണ് 650 വോൾട്ട്. ഇത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ഇൻ ഡി സി മോട്ടർ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺവേർട്ട് ഡി സി ടു എ സി ആണ്. Question number 4. When a DC motor generates maximum power ratio of applied voltage to back EMF is എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഡി സി മോട്ടർ ജനറേറ്റ് മാക്സിമം പവർ അല്ലേ മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ റേഷ്യോ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ടു ബാക്ക് EMF എന്താണെന്നാണ്. ഓപ്ഷൻ എ അതിൻ്റെ റേഷ്യോ 1:1, ഓപ്ഷൻ ബി 2:3, ഓപ്ഷൻ സി 2:1, ഓപ്ഷൻ ഡി √2:1. അപ്പോൾ എന്താണ് പി എം പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബേസ് അറിയണ്ടേ. അപ്പോൾ പി എം പറഞ്ഞാൽ ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് എന്നാണ്. അതായത് ഇ ബി ഐ എ ആണ്. അത് ഈക്വൽ ടു എന്താണ് വി ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ എ ആണ്. അത് വി പറഞ്ഞാൽ എന്താണ് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഇ ബി പറഞ്ഞാൽ ബാക്ക് ഇ എം എഫ് ആണ്. ഐ എ പറഞ്ഞാൽ ആർമേച്ചർ കറന്റ് ആണ്. ആർ എ പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു മാക്സിമം പവർ പി എം എത്തുമ്പോൾ എങ്ങനെയാണ് ഡി പി എം ബൈ ഡി ഐ എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താണ് അവിടുത്തെ പവർ വന്നിട്ട് 0 ആകുമ്പോൾ എന്താണ് വി മൈനസ് ഐ എ ആർ എ എന്ന് വരും ഇക്വേഷൻ. ഐ എ ആർ എ ലോസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഐ എ ആർ എ എന്തിന് ഈക്വൽ ആവും വി ബൈ 2ന് ഈക്വൽ ആകും. ഇത് എവിടെ നിന്ന് എടുക്കുമ്പോൾ അപ്പോൾ ഈ വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ എങ്ങോട്ട് എന്താണ് വി ഈക്വൽ ടു നമുക്കറിയാം എന്താണ് ഇ ബി പ്ലസ് ഐ എ ആർ എ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ഈക്വൽ ടു ഇ ബി പ്ലസ് വി ബൈ 2 എന്ന് കിട്ടും. ഐ എ ആർ എൻ്റെ അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത് വി ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ ഇ ബി പ്ലസ് വി ബൈ 2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ബാക്ക് എം ഓഫ് ഈക്വൽ ടു എന്താണ് വി ബൈ 2. അത് ഏകദേശം എന്താണ് അതിൻ്റെ റേഷ്യോ 2:1. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കിയേ. ഇത് ട്വിസ്റ്റഡ് ആയിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്ലൈഡ് വോൾട്ടേജ് ടു ബാക്ക് എം എഫ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് അതറിയണം. അതായത് ആദ്യം എന്തറിയണം ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡി സി മോട്ടറിൻ്റെ കേസിൽ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ അതിന്നാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം വോൾട്ടേജ് ഇക്വേഷൻ എന്നാണ് വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ. ആ ഐ എ ആർ എൻ്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വി ബൈ 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ബാക്ക് എം എഫ് ഈക്വൽ ടു എന്താണ് വി ബൈ 2. സോ എന്താണ് റേഷ്യോ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ടു ബാക്ക് എം എഫിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 2:1 ആണ്. Question number 5. Which of the following is not a frequency dependent loss? താഴെ തന്നിട്ടുള്ള ലോസുകളിൽ ഏതാണ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് നോട്ട് എ ഫ്രീക്വൻസി അതായത് ഏതാണ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ലോസസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് അല്ല നോട്ട് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ലോസ് ആണ്. ഓപ്ഷൻ എ എഡി കറന്റ് ലോസ്, ഓപ്ഷൻ ബി അയൺ ലോസ്, ഓപ്ഷൻ സി കോപ്പർ ലോസ്, ഓപ്ഷൻ ഡി ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ലോസ് എന്ന് പറയുന്നത് ഏതാണ് കോപ്പർ ലോസ് ആണ് അല്ലേ. ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ട്. ഒന്ന് കോപ്പർ ലോസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കോർ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ് അത് എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസും അതുപോലെ എഡി കറന്റ് ലോസസും കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് ആര് നമ്മുടെ കോർ ലോസും അതുപോലെ ഹിസ്റ്റെറിസിസ് ലോസും അതുപോലെ എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാറിപ്പോകരുത്, അതൊരു അയൺ ലോസ് ആണ് കേട്ടോ. അയൺ ലോസ് ആണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസസും അതുപോലെ എഡി കറന്റ് ലോസസും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ലോസസും എന്താണ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ട്രാൻസ്ഫോമർ ഈസ് ചേഞ്ച് അതായത് ദീസ് 2 ലോസസ് ആർ കോൺസ്റ്റന്റ് when the transformer is changed എന്നാണ് പറയുന്നത്. സോ എമൗണ്ട് ഓഫ് ദീസ് ലോസസ് ഡസ് നോട്ട് ഡിപ്പെൻഡിങ് upon the condition of the secondary load of the transformer. In all loading condition there are fixed. So known as അതിന് എന്ത് നമുക്ക് പേര് പറയാം ഫിക്സഡ് ലോസസ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഒരു കോപ്പർ ലോസ് എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും I² R ആണ് അല്ലേ. അത് വേരിയബിൾ ലോസ് ആണ്, വേരി ചെയ്യും എന്ന് പറയാം. അപ്പോൾ ഒരു കോപ്പർ ലോസ് എന്ത് ചെയ്യുന്നില്ല ഡസ് നോട്ട് ഡിപ്പെൻഡിങ് upon the frequency of the supplied source. അതാണ് അതുകൊണ്ടാണ് എന്താണ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ലോസ് എന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ കോപ്പർ ലോസ് ആണ്. മനസ്സിലായോ 2 ലോസസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. Question number 6.
The DC motor characteristics also known as mechanical characteristics is. അപ്പോൾ താഴെ തന്നിട്ടുള്ള എന്താണ് ഒരു DC മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ ടോർക്ക് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ ബി സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ സി ടോർക്ക് ഫ്ലക്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്ഷൻ ഡി സ്പീഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്താണ് ഒരു DC മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ആൾസോ നോൺ എസ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏതാണ്? സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഏതിനെയാണ്? സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രീതിയിലും എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഏത് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു DC മോട്ടറിലെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടർ എന്ന് പറയാം. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പോൾ നോക്കി വയ്ക്കുക. ചിലപ്പോൾ എന്താ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഇങ്ങനെയാണ് എന്താണ് ഒരു DC മോട്ടറിലെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടോർക്ക് ആൻഡ് ആർമേച്ചർ കറന്റ് ആണെന്ന് അറിയണം. ഓക്കെ. Question number 7. The torque speed characteristics of a DC shunt motor is. നമ്മളിപ്പോൾ കണ്ടുല്ലേ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ അതായത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? അതായത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC മോട്ടറിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നാണ്. ഓപ്ഷൻ എ റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഓപ്ഷൻ ബി എ ഡ്രൂപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ, ഓപ്ഷൻ സി എ പാരാബോള, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. നോക്കിക്കേ, ചോദിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചിട്ടാണ്? DC ഷണ്ട് മോട്ടറിനെ കുറിച്ചിട്ടാണ് അല്ലേ. നമുക്കറിയാം സീരീസ് മോട്ടർ ഉണ്ട്, കൊമുലേറ്റീവ് സീരീസ് എന്താണ് കോമ്പൗണ്ട് മോട്ടർ ഉണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടറിൻ്റെ ലൈൻ എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു ഗ്രാഫ് നന്നായി നോക്കി വെക്കുക. ഇതെന്നാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഷണ്ട് ആകുമ്പോൾ എന്താണ്? ഇതല്ലേ ഷണ്ട് വരുന്നത്. അതെങ്ങനെയാണ്? സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഡ്രൂപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ, കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ അല്ല, എങ്ങനത്തെയാണ്? ഡ്രൂപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഡ്രൂപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആണ് വരുന്നത്. Question number 8. The current drawn by 220 volt DC motor of armature resistance 1.5 ohm and back EMF 190 volt is. Option A 220 amps, ഓപ്ഷൻ ബി 200 ആംസ്, ഓപ്ഷൻ സി 20 ആംസ്, ഓപ്ഷൻ ഡി 22 ആംസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 220 വോൾട്ട്. വി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അടുത്തത്? ബാക്ക് EMF ഇ തന്നിട്ടുണ്ട്. ബാക്ക് EMF ഇ തന്നിട്ടുണ്ട്. അതുപോലെ വി വോൾട്ടേജ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ 1.5 ഓം ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? കറൻറ്റ് ആണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ കറൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വി മൈനസ് ഇ ബൈ ആർ അല്ലേ. അപ്പോൾ വി എന്നാൽ 220 മൈനസ് 190 ബൈ 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എളുപ്പമാണ്. ആ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കറണ്ട് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു DC മോട്ടറിൻ്റെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും എന്താണ് തന്നിട്ടുണ്ട്? അതായത് എന്താണ് വോൾട്ടേജ് പറയുന്നത് 220 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് വന്നിട്ട് 1.5 ഓം ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ബാക്ക് EMF തന്നിട്ടുണ്ട് അല്ലേ. ബാക്ക് EMF വന്നിട്ട് 190 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല? വി മൈനസ് ഇ ബൈ ആർ ചെയ്യുക. അതായത് 220 മൈനസ് 190 ബൈ 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. കറണ്ട് എത്രയാണ്? 20 ആംസ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 9. An external resistance is added in the motor circuit during starting condition. The main purpose of this is to. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു മോട്ടറിൻ്റെ അല്ലേ, ഒരു മോട്ടറിൽ നമ്മൾ എന്താണ് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോട്ടർ സ്റ്റാർട്ടിങ് കണ്ടീഷന് മുമ്പായി നമ്മൾ എന്താണ് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻക്രീസ് ദ സ്റ്റാർട്ടിംഗ് കറൻറ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ദ മെയിൻ ഫ്ലക്സ്, ഓപ്ഷൻ
ഓപ്ഷൻ സി റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ്, ഓപ്ഷൻ ഡി റെഡ്യൂസ് ദ മെയിൻ ഫ്ലക്സ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് ആണ്. എന്താണ് അവിടെ സംഭവിക്കുക? സ്റ്റാർട്ടിംഗ് കറന്റിനെ അത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് സ്റ്റാർട്ടറിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഓപ്പറേഷൻ ഓഫ് എ ഡി സി മോട്ടോർ കൺസിസ്റ്റിംഗ് ദ ഇൻസേർഷൻ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻ ടു ദ ആർമേച്ചർ സർക്യൂട്ട്. ഇത് കണ്ടോ, ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ. എന്തിനാണ്? ടു ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് ടേക്കൺ ബൈ ദ മോട്ടോർ. എന്ത് ചെയ്യാൻ? ലിമിറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് എന്നും പറയാം. ഒന്നുമില്ലെങ്കിൽ എന്താണ്? ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഡി സി മോട്ടോർ ഫ്രം എന്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഡാമേജ് ദാറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ വെരി ഹൈ കറന്റ് ആൻഡ് ടോർക്ക് ഡ്യൂറിങ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ഹൈ കറന്റ് ഉണ്ടാവും അല്ലേ, ആ ഹൈ കറന്റിൽ നിന്നൊക്കെ എന്താണ്? കുറയ്ക്കുക അല്ലേ, ഇന്നുള്ള ആ ഡാമേജിൽ നിന്നൊക്കെ എന്താണ്? ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ആരുടെ പണി? നമ്മളെ എന്തിൻ്റെ പണി? സ്റ്റാർട്ടേഴ്സിൻ്റെ, അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പണി. ഓക്കെ. Question number 10. Identify whether the following statement related to starters in DC motor are true or false. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് എന്താണ്? സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ ആ ഡി സി മോട്ടറിൽ ആ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ false ആണോ എന്നാണ്. Statement 1. In a 3-point starter, electromagnet are used as overload release coil. Second one, 2-point starters are used with a DC series motor എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ both the statement are false. Option B statement 1 is true and statement 2 is false. Option C both the statement are true. Option D statement 1 is false and statement 2 is true എന്നാണ് പറയുന്നത്. ആണോ? അപ്പോൾ നമുക്കൊരു 3-point starter എന്ന് പറഞ്ഞാൽ എന്താണ്? 3-point starter എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ആസ് ഓവർലോഡ് റിലീസ് കോയിൽ. ശരിയല്ലേ? നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ്? 2-point starter, 3-point starter, 4-point starter ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 3-point starter യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡി സി ഷണ്ട് മോട്ടറിലാണ്. അതുപോലെ എന്താണ്? ലേറ്റ് ഫാക്ടറീസ്, അതുപോലെ സ്പിന്നിങ് മിൽസിലൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? 3-point starter യൂസ് ചെയ്യാം. എന്നാൽ 2-point starter എവിടെയാണ്? ഡി സി സീരീസ് മോട്ടോർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് എപ്പോഴും വരാറുണ്ട്. ഡി സി സീരീസ് മോട്ടോർ ഏത് സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേതാണ്? നമ്മുടെ 2-point starter യൂസ് ചെയ്തിട്ടാണ്. അത് മെയിനായിട്ട് എവിടെയാണ്? ഇൻ റെയിൽവേ ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ദ റെയിൽ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്രെയിൻസിലൊക്കെ അത് യൂസ് ചെയ്യും. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. Question number 11. In a motor generator set, അതായത് എം ജി സെറ്റ്, the type of AC motor used is dash. ആ ഒരു എം ജി സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എ സി മോട്ടറാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ ബി വോൺ റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ സി എ സി കമ്മ്യൂട്ടേറ്റർ മോട്ടർ, ഓപ്ഷൻ ഡി സിങ്ക്രണസ് മോട്ടർ. അപ്പോൾ ഒരു മോട്ടർ ജനറേറ്റർ സെറ്റിനകത്ത് ഏത് ടൈപ്പ് ഓഫ് എ സി മോട്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക? സിങ്ക്രണസ് മോട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്? സിങ്ക്രണസ് മോട്ടറാണ്. ഓക്കെ. അപ്പോൾ ഒരു മോട്ടർ ജനറേറ്റിംഗ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സിങ്ക്രണസ് മോട്ടർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട്. നോട്ട് ദ പോയിന്റ്. എന്താണ്? സിങ്ക്രണസ് മോട്ടർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് വോൾട്ടേജ്, ഫേസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് പവർ എന്നാണ് പറയുന്നത്. അതുകൂടാതെ എന്താണ്? മോട്ടോർ ജനറേറ്റർ സെറ്റ് ആൾസോ ഫൈൻഡ് അപ്ലിക്കേഷൻ ഇൻ ഐസൊലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ലോഡ് ഫ്രം ദ സപ്ലൈ ലൈൻ. ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ്? എ സി മോട്ടറാണ് യൂസ് ചെയ്യുന്നത് എം ജി സെറ്റിൽ? സിങ്ക്രണസ് മോട്ടറാണ്. Question number 12. When the DC motor is at rest, the value of a back EMF is. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഡി സി മോട്ടോർ റെസ്റ്റിലാണെങ്കിൽ, റണ്ണൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓപ്ഷൻ എ ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ്, ഓപ്ഷൻ ബി ലെസ് ദാൻ ദ സപ്ലൈ വോൾട്ടേജ്, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ ദ സപ്ലൈ വോൾട്ടേജ്, ഓപ്ഷൻ ഡി 0. എന്തായിരിക്കും? ഒരു ഡി സി മോട്ടോർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡി സി മോട്ടോർ ഒരു റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ബാക്ക് ഇ എം എഫ് വാല്യൂ വന്നിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മോട്ടോർ ഈസ് അറ്റ് റെസ്റ്റ് എന്ന കണ്ടീഷനിലാണെങ്കിൽ അതിൻ്റെ ബാക്ക് ഇ എം എഫ് വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് 0 at the standstill condition. Standstill conditionൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും. Because back EMF opposes the supply voltage and limit the armature current to a safe value. അതുകൂടാതെ എന്താണ്? The supply voltage induces the current in the coil which rotate the armature. The electrical work required by the motor for causing the current against the back EMF is converted into mechanical energy. അപ്പോൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. എന്താണ്? ഒരു മോട്ടർ, ഒരു ഡി സി മോട്ടർ
റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ബാക്ക് EMF വന്നിട്ട് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. Question number 13. A 230 volt motor has an armature circuit resistance of 0.8 ohms. If the full load armature current is 25 amps, find the amount of back EMF induces in the armature. Option A 210 volt, option B 200 volt, option C 240 volt, option D 250 volt. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു 230 വോൾട്ട് മോട്ടർ ഹാസ് ആൻ ആർമേച്ചർ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് 0.8 ഓംസ് എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് വന്നിട്ട് 25 ആംസ് ആണെങ്കിൽ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ബാക്ക് EMF ആണ് ചോദിച്ചിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ബാക്ക് EMF EB ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒരു DC ജനറേറ്റർ എടുത്താൽ ജനറേറ്റഡ് EMFൻ്റെ ഇക്വേഷൻ എന്താണ്? EG ഈക്വൽ ടു VT പ്ലസ് IARA ആണ് അല്ലേ. അതേസമയം ഒരു DC മോട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് EMF ഇക്വേഷൻ എന്താണ്? EB ഈക്വൽ ടു V മൈനസ് IARA ആയിരിക്കും. IARA പറഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ആണ്, IARA പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് എത്രയാണ്? 0.8 ഓം തന്നിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ആർമേച്ചർ കറണ്ടും തന്നിട്ടുണ്ട്. എത്രയാണ്? 25 ആംസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് EMF കണ്ടുപിടിച്ചൂടെ? ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചറിൽ ബാക്ക് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ EB ഈക്വൽ ടു എന്താണ്? V മൈനസ് IARA. V എന്താണ്? 230 മൈനസ് IA എന്ന് പറഞ്ഞാൽ 25, RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ 230 മൈനസ് 20 കിട്ടും. എന്താണ് കറക്റ്റ് ആൻസർ? 210 വോൾട്ട് കിട്ടും. അപ്പോൾ ബാക്ക് EMFൻ്റെ ഇക്വേഷൻസ് നോക്കി വെക്കുക കേട്ടോ. ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ക് EMF EB ഈക്വൽ ടു എന്താണ്? V മൈനസ് IARA ആണ്. അപ്പോൾ V തന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ എത്രയാണ്? 210 വോൾട്ട് ആണ്. Question number 40. Which of the following statement is correct regarding DC shunt motor? DC shunt motor ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? At low speed DC shunt motor are comparable with synchronous motor. Statement 2. The outstanding feature of a DC shunt motor, however, is its super wide range flexible speed control above and below the base speed using solid state control rectifiers. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണ്? ബോത്ത് 1 and 2, B only 2, or C neither 1 nor 2, D only 1. അപ്പോൾ എന്താണ് കറക്റ്റ് വരുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റ് തന്നെയാണ് കേട്ടോ. അതായത് ലോ സ്പീഡ് ആണെങ്കിൽ DC ഷണ്ട് മോട്ടോർ ആർ കമ്പയറബിൾ വിത്ത് സിങ്ക്രണസ് മോട്ടോർ ആണ്. അപ്പോൾ എന്താണ് DC ഷണ്ട് മോട്ടോർ ഓഫർ എ നിയർലി കോൺസ്റ്റന്റ് സ്പീഡാണ് അല്ലേ, അണ്ടർ വേരിയിങ് ലോഡ് കണ്ടീഷൻ ഡ്യൂ ടു ദെയർ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ട്. സോ സിങ്ക്രണസ് മോട്ടോർ ഓൺ ദ അതർ ഹാൻഡ് ഓപ്പറേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് റിഗാർഡ്ലെസ് അറ്റ് ലോഡ് വേരിയേഷൻ. സോ അറ്റ് ലോ സ്പീഡ് ദ പെർഫോമൻസ് ഓഫ് DC ഷണ്ട് മോട്ടോർ ക്യാൻ ബി സിമിലർ ടു സിങ്ക്രണസ് മോട്ടോർ ഇൻ ടേംസ് ഓഫ് സ്പീഡ് റെഗുലേഷൻ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് കറക്റ്റ് തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റായി. ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിയത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചർ ഓഫ് എ DC ഷണ്ട് മോട്ടോർ however is its super wide range flexible speed control above and below the base speed using solid state controlled rectifier എന്നാണ് പറയുന്നത്. സോ DC ഷണ്ട് മോട്ടോർ ആൾസോ known as എന്താണ് എക്സലന്റ് സ്പീഡ് കൺട്രോൾ കാപ്പബിലിറ്റീസ് ഉള്ള ഒരു മോട്ടറാണ് എന്ത് നമ്മുടെ ഷണ്ട് മോട്ടോർ എന്ന് പറയുന്നത് അല്ലേ. സോ സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ റെക്ടിഫയർ എന്നെടുക്കുമ്പോൾ ദ സ്പീഡ് ഓഫ് DC ഷണ്ട് മോട്ടോർ ക്യാൻ ബി വേരിയേറ്റ് ഓവർ എ വൈഡ് റേഞ്ച് ബോത്ത് എബോവ് ആൻഡ് ബിലോ ദ ബേസ് സ്പീഡ് ആണ്. സോ ദിസ് ഫ്ലെക്സിബിലിറ്റി ഇൻ സ്പീഡ് കൺട്രോൾ ഈസ് one of the major advantages of DC motor in various application. അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ തന്നെയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ തന്നെയാണ്. അപ്പോൾ അത് നോക്കി പോവാട്ടോ. Question number 15. Dash is done to improve efficiency and reliability of DC generator. ഒരു DC ജനറേറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ അതിൻ്റെ റിലയബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് കണക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ സീരീസ് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി പാരലൽ ഓപ്പറേഷൻ, ഓപ്ഷൻ സി കോമ്പൗണ്ട് ഓപ്പറേഷൻ, ഓപ്ഷൻ ഡി ലോഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ എങ്ങനെയാണ്? പാരലൽ ഓപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇമ്പ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി ഓഫ് DC ജനറേറ്റർ എന്ന് പറയുന്നത്. Question number 16. The nature of EMF induced in the armature of a DC generator is dash and it is converted into dash by means of slip
സ്പ്ലിറ്റ് റിങ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നേച്ചർ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എങ്ങനെയാണത്? AC ആയിരിക്കും അല്ലേ? AC ആണോ DC ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? സ്പ്ലിറ്റ് റിങ്സ് വഴി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ DC to AC, ഓപ്ഷൻ ബി AC to AC, ഓപ്ഷൻ സി DC to DC, ഓപ്ഷൻ ഡി AC to DC. അപ്പോൾ എന്താണ്? AC to DC ആണ് കേട്ടോ. അതായത് DC ജനറേറ്ററിൽ എന്താണ്? ദ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ഫെസിലിറ്റീസ് കളക്റ്റഡ് ദ കറന്റ് ഫ്രം ദ ആർമേച്ചർ കണ്ടക്ടർ. അതെന്ത് ചെയ്യും? ആൻഡ് കൺവേർട്ട് ദ ആൾട്ടർനേറ്റിംഗ് AC EMF അല്ലേ? ആൾട്ടർനേറ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ആർമേച്ചർ കണ്ടക്ടർ ടു യൂണിഡയറക്ഷണൽ EMF, അതായത് DC ഇൻ ദ എക്സ്റ്റേണൽ ലോഡ് സർക്യൂട്ട് ആണ്. അപ്പോൾ നേച്ചർ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ ഈസ് AC ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു DC ബൈ മീൻസ് ഓഫ് എങ്ങനെയാണ്? സ്പ്ലിറ്റ് റിങ്സ് എന്നാണ് പറയപ്പെടുന്നത്. Question number 17. In a DC generator, generated EMF is directly proportional to dash. ഒരു DC generator എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനറേറ്റ് ചെയ്യുന്ന EMF എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. ഓപ്ഷൻ എ ആർമേച്ചർ കറന്റ്, ഓപ്ഷൻ ബി പോൾ ഫ്ലക്സ്, ഓപ്ഷൻ സി നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു DC ജനറേറ്ററിൽ ദ ജനറേറ്റഡ് EMF? അപ്പോൾ ഇക്വേഷൻ നോക്കിയേ. ഒരു DC ജനറേറ്ററിൽ ജനറേറ്റഡ് EMFന്റെ ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്? Z P5N/16. എന്താണ് Z പറഞ്ഞാൽ? കണ്ടക്ടർ പെർ പോൾ ആണ് അല്ലേ? P പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, 5 പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ, N പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM, A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത്. അപ്പോൾ അതിൻ്റെ ബാക്ക് EMF ഈക്വൽ ടു എന്താണ്? V+IA ആണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതായത് ഒരു DC ജനറേറ്ററിലെ ജനറേറ്റഡ് EMFന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഈക്വൽ ടു Z P5N/16 ആണ്. അപ്പോൾ അത് എന്തിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത്? ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിനൊക്കെയാണ് പ്രൊപ്പോർഷണൽ? കണ്ടക്ടർ പെർ പോൾ, അതായത് Z. പിന്നെ എന്താണ്? സ്പീഡ് N എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? നമ്പർ ഓഫ് പോൾസ് P ആൻഡ് ഫ്ലക്സ് പെർ പോളിനൊക്കെയാണ് അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് അല്ലേ? അതായത് ഇൻവേഴ്സ്ലി ചോദിച്ചാൽ എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്തിനാണ് അത് ഇൻവേഴ്സ്ലി. ബാക്കിയെല്ലാം അതായത് Zഉം P ഫ്ലക്സ് N ഒക്കെ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ്? പോൾ ഫ്ലക്സിനാണ് അതെന്തായിട്ടുള്ളത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ്? ജനറേറ്റഡ് EMF E എന്ന് പറഞ്ഞാൽ എന്താണ്? ZP എന്താണ്? ZP5N ഡിവൈഡഡ് ബൈ എത്രയാണ്? 16A. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായി നോക്കി വെക്കുക, മറക്കരുത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായോ? Question number 18. An 8-pole DC generator has a simple wave-wound armature containing 32 coils of 6 turns each. Its flux per pole is 0.06 Weber. The machine is running at 250 RPM. The induced armature voltage is option A 96 volt, option B 192 volt, option C 384 volt, option D 768 volt. അപ്പോൾ എന്താ ചോദിച്ചുള്ളത്? ഒരു 8 പോൾ, നമ്പർ ഓഫ് പോൾസ് എത്രയാണ്? 8 പോൾ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സിമ്പിൾ എങ്ങനെയാണ്? ലാബ് വൗണ്ട് ആണോ? അല്ല, വേവ് വൗണ്ട് ആർമേച്ചർ കണ്ടെയ്നിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കോയിൽസ് എത്രയാണ്? 32 കോയിൽസ് ഓഫ് എത്ര ടേൺസ്? 6 ടേൺസ് ഈച്ച് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫ്ലക്സ് വന്നിട്ട് എത്രയാണ്? 0.06 വെബർ ആണെങ്കിൽ ദ മെഷീൻ ഈസ് റണ്ണിങ് അറ്റ് അതിൻ്റെ സ്പീഡ് വന്നിട്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 250 RPM ആണെങ്കിൽ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ വോൾട്ടേജ് എത്രയായിരിക്കും എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ വോൾട്ടേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോയിൽ ഇൻറ്റു ടേൺ ഇൻറ്റു 2, അതായത് 32 × 6 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 384 എന്ന് കിട്ടും അല്ലേ? അതുപോലെ അതിൽ ഫ്ലക്സ് 5 പറഞ്ഞാൽ ഫ്ലക്സ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ അല്ലേ? സ്പീഡ്, നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് പാരലൽ പാത്ത്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ആർമേച്ചർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5ZN/60 × P/A ആണ്. അപ്പോൾ അതിലേക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് 0.06 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് അടുത്തത്? എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടർ Z എന്ന് പറയുന്നത് 384 ആണ്. അടുത്ത എന്താണ്? പിന്നെന്താ തന്നിട്ടുള്ളത്? സ്പീഡ് 250 RPM ഉണ്ട്. അതുപോലെ തന്നെ P എന്ന് പറയുന്നത് 8 പോൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 8 എന്ന് ഇട്ട് കൊടുത്തു. A പറഞ്ഞാൽ 2 ആണ്, 60 എല്ലാ വാല്യൂ വേവ് വൗണ്ട് ആയതുകൊണ്ടാണ് A 2 ആയത് കേട്ടോ. അപ്പോൾ A എന്തുകൊണ്ടാണ് എന്താ വാല്യൂ 2 എന്ന് ആലോചിക്കരുത്. വേവ് വൗണ്ട് ആയതുകൊണ്ടാണ് Aക്ക് 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ 384 വോൾട്ട് എന്ന് കിട്ടും. Question number 19.
വിച്ച് ടൈപ്പ് ഓഫ് ലോസസ് ഈസ് ഓർ ടേക്ക് പ്ലേസ് ഇൻ DC ജനറേറ്റർ വൈൻഡിങ്? ഏതൊക്കെയാണെന്നാണ് തന്നിട്ടുള്ളത്. താഴെ മൂന്ന് ലോസസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോസസ് ആണ് ഒരു DC ജനറേറ്റർ വൈൻഡിങ്ങിൽ ഉണ്ടാവുന്നത്? അപ്പോൾ ഫസ്റ്റ് എന്താണ്? ആർമേച്ചർ കോപ്പർ ലോസസ്, റൊട്ടേഷണൽ ലോസസ്, കോർ ലോസസ്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി ഓൺലി 1, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോസസ് ആണ് ഒരു DC ജനറേറ്റർ വൈൻഡിങ്ങിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വൈൻഡിങ്ങിലാണ് കേട്ടോ. DC ജനറേറ്റർ വൈൻഡിങ്ങിൽ വരുന്നത് ഏതാണ്? ആർമേച്ചർ കോപ്പർ ലോസ് ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? ആർമേച്ചർ കോപ്പർ ലോസസ് ആണ് വന്നിട്ടുള്ളത്. Question number 20. A DC generator delivers a 30 amp current to a load of 120 volt by consuming 4500 joules per second of mechanical energy. Determine the efficiency of the generator. ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു DC ജനറേറ്റർ ഡെലിവർ എത്രയാണ് കറണ്ട്? 30 amps കറണ്ട് ടു എ ലോഡ്. എത്രയാണ് വോൾട്ടേജ് തന്നിട്ടുള്ളത്? 120 വോൾട്ട്. ബൈ കൺസ്യൂമിങ് എത്രയാണ്? 4500 joules per second of mechanical energy എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? The ratio of electrical power output to the line of mechanical power input to the shaftനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറേറ്റർ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ? അതായത് എഫിഷ്യൻസി ഈക്വൽ ടു PE/PM. PE പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് ബൈ മെക്കാനിക്കൽ പവർ ഇൻപുട്ട്. അതാണ് PE/PM എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട് 13 തന്നിട്ടുണ്ട്, വോൾട്ടേജ് 120 തന്നിട്ടുണ്ട്, മെക്കാനിക്കൽ പവർ PM 4500 ജൂൾ തന്നിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് 3600 വാട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിച്ചുകൂടെ? എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? PE/PM ആണ്. അതായത് 3600/4500 ചെയ്താൽ 0.8 എന്ന് കിട്ടും. അപ്പോൾ 100 ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 80% എന്നാണ് അതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. Question number 21. In DC generator on load, the air gap flux distribution in space is എങ്ങനെയാണ്? DC generator on load എന്ന കണ്ടീഷൻ, ഓൺ ലോഡ് കണ്ടീഷനിൽ the air gap flux distribution in space എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ സൈനസോയിഡൽ, ഓപ്ഷൻ ബി ട്രയാങ്കുലർ, ഓപ്ഷൻ സി പൾസേറ്റിംഗ്, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് ടോപ്പ്ഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? ഫ്ലാറ്റ് ടോപ്പ്ഡ് ആയിരിക്കും. അതായത് ഒരു ഇന്റർപോളിനെ കുറിച്ച് പറയുമ്പോൾ ഇന്റർപോൾസ് കോസസ് ഡീമാഗ്നറ്റൈസേഷൻ അല്ലേ? ഇന്റർപോൾ എന്താണ് ഉണ്ടാക്കുന്നത്? Interpole causes demagnetization at a trailing pole tip, magnetization at the leading pole tip. ഓർത്ത് വയ്ക്കുക, ട്രെയിലിംഗ് പോൾ ടിപ്പിൽ എന്താണ്? അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും. അത് ലീഡിംഗ് പോൾ ടിപ്പിലാണെങ്കിൽ എന്താണ്? മാഗ്നറ്റൈസേഷൻ ആണ് ചെയ്യുന്നത്. Thereby the air gap flux distribution nearly became a flat ടോപ്പ്ഡ് വേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു DC ജനറേറ്റർ ഓൺ ലോഡ് ആണെങ്കിൽ ദ എയർ ഗ്യാപ്പ് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്പേസ് എങ്ങനെയായിരിക്കും? അത് ഫ്ലാറ്റ് ടോപ്പ്ഡ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ടോപ്പ്ഡ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 22. The armature of a DC machine is placed on the rotor to dash. എന്തിനാണ് നമ്മൾ ഒരു DC മെഷീനിൽ ആർമേച്ചർ റോട്ടറിനകത്ത് the armature of a DC machine is placed on the rotor to എന്തിനാണത്? ഓപ്ഷൻ എ റിഡ്യൂസ് ലോസസ്, ഓപ്ഷൻ ബി സേവ് അയോൺ, ഓപ്ഷൻ സി സപ്പോർട്ട് കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ ഡി ഡിക്രീസ് ആർമേച്ചർ റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു സപ്പോർട്ട് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് ആർമേച്ചർ ഓഫ് എ DC മെഷീൻ എന്തിന് പ്ലേസ് ചെയ്യുന്നത്? റോട്ടറിന് അവിടെ പ്ലേസ് ചെയ്യുന്നത്. Question number 23. In a DC generator, sparking at the brushes occur due to sparking. ഒരു DC ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ ബ്രഷസിൽ സ്പാർക്കിംഗ് അല്ലേ കണ്ടിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. അപ്പോൾ സ്പാർക്കിംഗ് അറ്റ് ദ ബ്രഷസ് occur എന്ത് മൂലമാണ് ആ ബ്രഷസിൽ സ്പാർക്കിംഗ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, ഓപ്ഷൻ ബി ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ സി ഹൈ റെസിസ്റ്റൻസ് ഓഫ് ബ്രഷ്, ഓപ്ഷൻ ഡി ഇംപ്രോപ്പർ കണക്ഷൻ ഓഫ് വൈൻഡിങ്. എന്ത് മൂലമാണ്? ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ മൂലമാണ് കേട്ടോ. എന്ത് മൂലമാണ് വരുന്നത്? അത് ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ മൂലമാണ്. അപ്പോൾ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ആകുമ്പോൾ MNA is shifted in the direction of rotation in the generator and against the direction of rotation of the motor. So അതുമൂലം എന്താണ്? rotational EMF and induced in the coil undergo commutation which lead to എന്താണ്? സ്പാർക്കിങ്ങിലേക്ക് അത് പോകും. ഓക്കെ, Question number 24.
total or internal characteristics of DC generator is described as ഒരു DC generator എടുത്തു കഴിഞ്ഞാൽ ആ DC generatorന്റെ total അല്ലെങ്കിൽ internal characteristics എങ്ങനെയാണ് describe ചെയ്യുന്നത്? Option A, the relation between the EMF and the field current. Option B, the relation between the terminal voltage and the armature current. Option C, the relation between the no load generated EMF and armature current. Option D, the relation between the terminal voltage and field current. എന്തായിരിക്കും? The relation between no load generated EMF and the armature current ആണ്. എന്താണ്? The relation between the no load generated EMF and the armature current ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻസ് ഒക്കെ വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താണ്? The curve gives the relation between field current and generated voltage in the armature on no load is called magnetic or open circuit characteristics of a DC generator എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു DC ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? OCC, അതായത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഏതൊരു DC ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ എന്തുകൂടി പഠിക്കണം? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പഠിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടും എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നിറയെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. Question number 25. The field coil of a DC generator are generally made up of the construction ways ആണ് അല്ലേ. അപ്പോൾ ഒരു DC ജനറേറ്റർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലെ ഫീൽഡ് കോയിൽ നമുക്കറിയാം അല്ലേ. എന്തൊക്കെ പാർട്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് DC ജനറേറ്റർ എടുത്താലും DC മോട്ടോർ എടുത്താലും അതിൻ്റെയൊക്കെ പാർട്സുകൾ എന്താണ്? സെയിം തന്നെയാണ് അല്ലേ. ഒരേ പാർട്സുകളാണ്. കൺസ്ട്രക്ഷൻ വേസ് രണ്ടും സിമിലർ ആണ്. അപ്പോൾ എന്താണ്? ഒരു DC ജനറേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് കോയിൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൈക്ക, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി കാസ്റ്റ് അയോൺ, ഓപ്ഷൻ ഡി കാർബൺ. അപ്പോൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഒരു ഫീൽഡ് കോയിൽ ഓഫ് DC ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? കോപ്പർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു DC ജനറേറ്റർ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്? മെക്കാനിക്കൽ എനർജീനെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നത് അല്ലേ. അതിൽ രണ്ട് വൈൻഡിങ് ഉണ്ട്, അറിയാം. ഇതൊക്കെയാണ് ആർമേച്ചർ വൈൻഡിങ്ങും അതുപോലെ തന്നെ എന്താണ്? ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കെപ്റ്റ് ഓൺ. ഫീൽഡ് വൈൻഡിങ് എവിടെയാണ് പ്ലേസ് ചെയ്യുക? നമ്മളതിൻ്റെ സ്റ്റേഷനറി പാർട്ട്, അതായത് സ്റ്റേറ്ററിലാണ്. ആർമേച്ചർ വൈൻഡിങ് എവിടെയാണ് ഉള്ളത്? അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഫീൽഡ് കോയിൽ നമുക്കറിയാം എന്താണ്? സ്റ്റേഷനറി ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് ഇരിക്കുന്നത്, അറിയാലോ. ബാക്കിൽ ഏറ്റവും ഔട്ടർ പാർട്ടിൽ ഇരിക്കുന്ന ആൾ അല്ലേ. പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഫീൽഡ് വൈൻഡിങ് വെച്ചിട്ടുള്ളത്. പോൾസ് അതുപോലെ. അപ്പോൾ ഫീൽഡ് കോയിൽ ഓഫ് എ DC ജനറേറ്റർ എന്തുകൊണ്ടാണ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ്? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോപ്പർ ആണ്. എന്തുകൊണ്ടാണ് കോപ്പർ യൂസ് ചെയ്യുന്നത് നമുക്കറിയണ്ടേ? ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. കോപ്പറിന് എന്തുണ്ട്? ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുകൂടാതെ എന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ DC ജനറേറ്ററിലെ ഫീൽഡ് കോയിൽ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് എന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ളത് ഏത് തന്നെയാണ്? നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ എന്താണ്? whenever a conductor is placed in a fluctuating magnetic field or a conductor is moved in a magnetic field, an EMF is induced in the conductor. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് കേസുകൾ അല്ലേ. അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഫീൽഡ് കോയിൽ ഓഫ് എ DC ജനറേറ്റർ എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും നമ്മൾ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ള ഓരോ പാർട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നോക്കി പോകണം കേട്ടോ. അപ്പോൾ നമ്മളെന്താണ്? DC മെഷീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറേറ്ററും അതുപോലെ മോട്ടറും നന്നായി നോക്കുക. കാരണം ഇതിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് എന്ത്? നമ്മുടെ DC മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്? മോട്ടറിൻ്റെയും മെഷീൻസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, EMF ഇക്വേഷൻസ് കൊടുക്കുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂൾ കൂടിയാണ് നമ്മുടെ DC മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.